നമുക്ക് അവരുടെ വിശദമായ സീറ്റിന്റെ ഒരു തീർച്ചയായും നമുക്ക് 2019 DMK-യുടെ ഈ നേട്ടം എങ്ങനെയാണ് എന്നുകൂടിയാണ്. അതായത് വിശാല സഖ്യം ആണ് കഴിഞ്ഞ തവണ മത്സരിച്ച് ഇത്രയധികം സീറ്റുകൾ നേടിയത്. അതിൽ DMK-ക്ക് മാത്രം 23 സീറ്റുകളും 33.2% വോട്ടും നേടാനായി. പിന്നീട് കോൺഗ്രസിന് 8, 12.9, CPI CPIM 2 സീറ്റുകൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ IUML-ന് 1 സീറ്റ്. അത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കഴിഞ്ഞ തവണയാണ് ഈ തരത്തിലേക്ക് ഒരു വിശാലമായ സഖ്യം. തമിഴ്നാടിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കണം, തമിഴ്നാട്ടിൽ ഇപ്പോൾ CPM ആയാലും CPI ആയാലും ഇവരെല്ലാം DMK-യുടെ ഭാഗമായി മാത്രം നിന്നറിയും. ഇവരെല്ലാം ADMK സഖ്യത്തിൽ മത്സരിച്ചിട്ടുണ്ട്, സഖ്യമില്ലാതെ നിന്നിട്ടുണ്ട്, കോൺഗ്രസും മാറിയൊക്കെ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റാലിൻ വന്ന് ഒരു സഖ്യം രൂപീകരിച്ച ശേഷം, കരുണാനിധിയിൽ നിന്ന് സ്റ്റാലിൻ അധികാരം DMK-യുടെ ഏറ്റെടുത്ത ശേഷം സ്റ്റാലിൻ വളരെ സൗഹാർദ്ദപൂർവ്വമായി തന്നെ അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുണ്ടോ സൗഹൃദം കൊണ്ടോ ഏത് തരത്തിലായാലും തൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ ആളുകളെയും അവിടെ തന്നെ നിലനിർത്തുന്നതിൽ ഒരുപക്ഷെ സ്റ്റാലിൻ്റെ മുൻഗാമികളായ നേതാക്കളെക്കാൾ കൂടുതൽ മെയ്വഴക്കം കാണിക്കുന്ന ഒരു നേതാവാണ്. അത് കൃത്യമായി സംരക്ഷിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാലിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും വലിയ വിജയത്തിലേക്കൊക്കെ വരാൻ കഴിഞ്ഞത്. സ്റ്റാലിന് വേണമെങ്കിൽ ആ സമയത്തൊക്കെ ഇവരെയൊക്കെ കുറെ കൂടി, പക്ഷേ നിയമസഭയിൽ ഇത്ര ഉദാരമായ സീറ്റ് അദ്ദേഹം നൽകിയിട്ടില്ലെന്ന് ആലോചിക്കണം. അദ്ദേഹം നിയമസഭയിലേക്ക് ഈ CPM-ന് CPI-ക്ക് 5-6 സീറ്റുകൾ വീതമാണ് നൽകിയത്. പക്ഷേ ലോക്സഭയിലേക്ക് വരുമ്പോൾ 2 സീറ്റ് എന്ന് പറയുമ്പോൾ 10 ലോക്സഭാ മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങൾ വരുന്നതാണ് എന്നതുകൂടി ആലോചിക്കണം. അവിടെ അവർക്ക് എല്ലാവർക്കും നൽകുന്നു. മറ്റു പാർട്ടികളെയും എല്ലാം തന്നെ അങ്ങനെ വിശാലമായി ഒരു കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കമലഹാസന് ഒരു ശക്തിയുണ്ട്. കമലഹാസന്റെ ശക്തി പൂർണ്ണമായ ആ ശക്തിയെ കൂടി മറുപക്ഷത്തേക്ക് എന്തായാലും കമലഹാസൻ പോകില്ല എന്ന് ഉറപ്പുണ്ടെന്ന് കൂടി ആലോചിക്കണം. കമലഹാസൻ BJP പക്ഷത്തേക്ക് പോകില്ല എന്ന് ഉറപ്പിക്കാം. പക്ഷെ അപ്പോൾ പോലും BJP പക്ഷത്തേക്ക് പോകില്ല എന്ന് കാണുന്ന ഒരു നേതാവിനെ ആ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അയാളെ ഞെരുക്കി തള്ളുക എന്നുള്ളതല്ല, അയാളെ കൂടി ചേർത്ത് നിർത്തുക, ആ പാർട്ടിയെ കൂടി ചേർത്ത് നിർത്തുക എന്നുള്ള ഒരു വിശാലമായ രാഷ്ട്രീയമാണ്. അല്ലെങ്കിൽ ഒരു എങ്ങനെയാണോ ഇന്ത്യ മുന്നണി കണ്ടുപഠിക്കേണ്ടത്, ആ കണ്ടുപഠിക്കേണ്ട രാഷ്ട്രീയമാണ് സ്റ്റാലിൻ വെക്കുന്നത്. അതുകൊണ്ടാണ് സ്റ്റാലിന് കഴിഞ്ഞ തവണ ഈ വിജയം നേടാൻ കഴിഞ്ഞത്. തീർച്ചയായും ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസന്റേഷൻ അതിന്റെ ഫുൾ സ്ക്രീനിലേക്ക് പോയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ മുന്നണിയെ രൂപപ്പെടുത്തുക എന്നത് മാത്രമല്ല, ഇത്രയും സീറ്റ് ഷെയറിംഗ് നടത്തി ആ സീറ്റുകളെല്ലാം തന്നെ ഒരേ ഒരു സീറ്റ് ഒഴികെ ബാക്കി വിജയിപ്പിച്ചെടുക്കുക എന്നത് അതിലേറെ ശ്രമകരമാണല്ലോ. അതെ, ആകെ കോൺഗ്രസ് മത്സരിച്ച 9 സീറ്റുകളിലെ ഒരു സീറ്റ് മാത്രമാണ് നഷ്ടപ്പെട്ടത്. ബാക്കി എല്ലാ സീറ്റുകളിലും ഈ ചെറു കക്ഷികളെയൊക്കെ സ്റ്റാലിൻ സ്വന്തം പാർട്ടി ചിഹ്നം കൊടുത്ത് സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിയെ പോലെ മത്സരിപ്പിച്ച് കൂടെ നിർത്തി വിജയിപ്പിച്ചെടുത്താണ് എന്നതുകൂടി ആലോചിക്കണം. സ്റ്റാലിനെ സംബന്ധിച്ച് ആ തരത്തിലേക്കൊക്കെയുള്ള വിശാലം ഇപ്പോൾ കോൺഗ്രസിന്റെ നമുക്ക് അവസാനം എടുക്കേണ്ടതുണ്ട്, തർക്കത്തിലേക്ക് വരുന്നുണ്ട്. കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിലേക്ക് മത്സരിക്കുമോ എന്നൊക്കെ ഉള്ള വിഷയം. പക്ഷെ അവർക്കൊന്നും കഴിയാത്ത രീതിയിലേക്ക് സ്റ്റാലിൻ എങ്ങനെയാണ് ചെയ്തത്? സ്റ്റാലിൻ ആത്യന്തികമായി ഉദ്ദേശിക്കുന്നത് തമിഴ്നാട് തൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി പിടിക്കുക, തമിഴ്നാടിൻ്റെ ഭരണം തൻ്റെ നേതൃത്വത്തിൽ തന്നെ നിലനിർത്തുക. ആ നിലനിർത്താൻ വേണ്ടി പൂർണ്ണമായും തൻ്റെ പാർട്ടിയുടെ പരിധിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. തമിഴ് രാഷ്ട്രീയം എന്ന് വെച്ചാൽ പെട്ടെന്നാണ് മാറുന്നത്. ഒറ്റയടിക്ക് തമിഴ് രാഷ്ട്രീയം ഈ അടപടല മാറുക എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സീറ്റുമില്ലായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അടുത്ത DMK ഒറ്റയ്ക്ക് ഒരു സീറ്റായിട്ട് ഇരുന്നിട്ട് വരേണ്ട ADMK-ക്ക് അങ്ങനെ 1-2 സീറ്റ് മാത്രമായിട്ട് നിയമസഭയിൽ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുള്ളതാണ്. തീർച്ചയായും ഇനിയിപ്പോൾ ഈ വിജയ് ഉൾപ്പെടെയുള്ളവരൊക്കെ പാർട്ടി പ്രഖ്യാപിച്ച് സജീവമാകാൻ പോകുന്നതേ ഉള്ളൂ. അടുത്ത തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യുമ്പോൾ ഇതിൽ നിന്നും സാഹചര്യം മാറിയേക്കാം. അല്ല, അവിടെയാണ് വിജയ് ഈ കമലഹാസന്റെ മക്കൾ നീതി മയ്യത്തെ ഇവരുമായിട്ടെല്ലാം വ്യത്യസ്തമായ രാഷ്ട്രീയം ബന്ധിപ്പിച്ച മക്കൾ നീതി മയ്യത്തെ സ്റ്റാലിൻ ചേർത്ത് പിടിച്ച് സ്റ്റാലിനൊപ്പം നിർത്താൻ ശ്രമിക്കുന്നു. സ്വന്തം നിലയിൽ വളർന്നു വല്ലാതെ പോകുന്നതിനേക്കാൾ നല്ലത് എന്നാൽ അവരെ തളർത്തി കളയുന്നില്ല, അവർക്ക് നിലനിൽക്കാനുള്ള അവസരം. ആൽമരമായി ഞാൻ നിന്നുകൊള്ളാം, അതിന്റെ താഴെ മതി മറ്റുള്ളവർ എന്നുള്ളതാണ്. പക്ഷെ അഭിലാഷ് മറ്റു പല സ്ഥലങ്ങളിൽ ചെയ്യുന്നത് അങ്ങനെയല്ല. ഈ വെയിലത്ത് നിർത്തി അവരെ ഉണക്കി കളഞ്ഞ് ഒഴിവാക്കാവുന്ന. അപ്പോൾ സ്റ്റാലിൻ കുറെ കൂടി ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ BJP വിരുദ്ധ ചേരിയിലേക്ക് അത്രയും ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. അവരങ്ങനെ കൂടി കുറെ ആളുകൾ നിൽക്കുന്നുണ്ട്. അവരെ അങ്ങ് ഉണക്കി കളഞ്ഞ് അവരെ നശിപ്പിച്ച് കളഞ്ഞാൽ തൽക്കാല വിജയം ഉണ്ടായേക്കും. പക്ഷെ ആത്യന്തികമായി അത് ചിലപ്പോൾ അവർ പോകുന്നത് അടുത്ത ഇവരുടെ വിരുദ്ധ ചേരിയിലേക്കായിരിക്കും. അങ്ങനെ അവരെ പറഞ്ഞു വിടുന്നില്ല എന്നൊരു വിശാല രാഷ്ട്രീയം കൂടി അയാൾ കൃത്യമായി തന്നെ ഒരു നേതാവിന്റെ ആ ഒരു തന്ത്രജ്ഞത അദ്ദേഹം പ്രകടിപ്പിക്കും. അപ്പോൾ എന്തായാലും ആൽമരമായി താരതമ്യം വേണ്ട. ആൽമരത്തിൽ സാധാരണ പരിസര പ്രദേശത്തൊന്നും ആൽമരത്തിന്റെ കീഴിൽ മറ്റൊന്നും വളരില്ല. പക്ഷെ സ്റ്റാലിൻ അങ്ങനെയല്ല. തലപ്പൊക്കമുള്ള നേതാവായി മുന്നിൽ നിൽക്കുമ്പോഴും മറ്റുള്ളവർക്ക്, അതായത് ഈ ചേന നനയുമ്പോൾ ചീരിയും നനയട്ടെ എന്നുള്ളതാണ് നിലപാട്. എന്തായാലും അതുകൊണ്ട് ആ ഉപമ നമുക്ക് എടുത്താൽ മതി. ഇത് കൂടുതൽ വ്യക്തമാകണമെങ്കിൽ നമുക്ക് ഇതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം കൂടി 2014 തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ് പരിശോധിക്കേണ്ടത്. അവിടെയാണ് കിരൺ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എന്തായിരുന്നു 14 എന്നുള്ളത് കൂടി പ്രകടമാകുന്നത്. അവിടെ DMK-ക്ക് അവകാശപ്പെടാൻ ഒന്നുമില്ലാതിരുന്നിടത്ത് നിന്നാണ് ആ സഖ്യം 38 എത്തുന്നത്. അതെ, അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ആ ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും. ADMK-ക്കാണ് 37 സീറ്റുകളും, മറ്റേത് BJP-ക്കാണ്.
PMKക്കാണ് സീറ്റ് കേൾക്കുന്നത്. പട്ടാളി മക്കൾ കക്ഷിക്കും BJPക്കും ADMK ആ സഖ്യത്തിനാണ്, സഖ്യം തൂത്തുവാരുകയാണ് തമിഴ്നാട്. തമിഴ്നാട് കംപ്ലീറ്റ് അന്ന് ജയലളിതയുടെ ഒരു പ്രഭാവകാലം എന്നതുകൂടി നമ്മൾ ആലോചിക്കണം. ജയലളിത ഏറ്റവും ശക്തിയോടുകൂടി ആദ്യ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയായി, അതിനുശേഷം അവർ പുറത്തുപോയി. അതിനുശേഷം ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാ അഴിമതി ആരോപണങ്ങളും ധൂർത്തും ആർഭാടവും എല്ലാം മാറ്റി പുതിയൊരു ജയലളിതയായി വന്നുകൊണ്ട് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തുക, അത് നടപ്പാക്കുക. അങ്ങനെ ഒരു പുതിയ ജയലളിത വന്ന് ജയലളിത തമിഴ്നാട്ടുകാരുടെ മനം പൂർണ്ണമായും കൈയടക്കി നിന്നൊരു സമയത്താണ് പൂർണ്ണമായും DMK തച്ചുടച്ച് കളഞ്ഞത്. ആ പൂർണ്ണമായും തകർന്നു പോയ അവസ്ഥയിൽ നിന്നാണ് സ്റ്റാലിൻ തിരിച്ചു പിടിച്ചത് എന്നിടത്താണ് സ്റ്റാലിൻ എന്ന രാഷ്ട്രീയ നേതാവ് കരുണാനിധിയുടെ ശരിയായ ഒരു പിൻഗാമിയായി മാറുന്നത്. അവിടെയാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സ്റ്റാലിൻ സ്വീകരിക്കാൻ പോകുന്ന ആ തന്ത്രങ്ങളിലെ മാറ്റം കൂടി പ്രകടമാകുന്നത്. അതുകൂടി ഒരുപക്ഷെ ഇപ്പോൾ കാണിക്കുന്ന റെപ്രസെന്റേഷൻ ഫുൾ സ്ക്രീനിൽ വരുമ്പോൾ അത് മനസ്സിലാകും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിത്രം വേറെയാണ്. DMK അവിടെ കുറച്ചുകൂടി കൃത്യമായി നിലപാട് സ്വീകരിക്കുകയും അവർ കൂടുതൽ സീറ്റുകൾ മത്സരിക്കുകയും അങ്ങനെ 133 എന്ന കൃത്യമായ ഭൂരിപക്ഷം നേടുകയും ചെയ്യുന്നു. അത് തന്നെയാണ് സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ് എന്നുള്ളൊരു സഖ്യമുണ്ടാക്കുന്ന ആ സഖ്യത്തിലേക്ക് എങ്ങനെ ലോക്സഭാ സഖ്യത്തിൽ ആരാണ് ഉണ്ടായിരുന്നത് അവരെല്ലാം തന്നെ വീണ്ടും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അവരെ തന്നെ നിലനിർത്തിക്കൊണ്ട് ആ സഖ്യത്തിൽ മാറ്റമുണ്ടാവാതെ തമിഴ്നാടിൻ്റെ ശീലങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് സ്ഥിരമായി കേരളത്തിലൊക്കെയുള്ള സഖ്യത്തിൽ വല്ലപ്പോഴും അല്ലയോ കേരളത്തിൽ മാറ്റം LDFും UDFും തമ്മിൽ ഉണ്ടാകുന്നത്. ഇടയ്ക്കാണ് ഒരു പാർട്ടികളൊക്കെ മാറുന്നത്. പക്ഷേ ഇത് ആ തരത്തിൽ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല, ഏത് സമയത്തും മാറിക്കൊണ്ടിരുന്നതാണ്. ആ മാറ്റത്തെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സഖ്യം കൊണ്ടുവന്നാണ് ഈ വിജയം സാധ്യമാക്കിയെടുത്തത്. നമുക്ക് മറ്റ് വിഷയത്തിലെ കൂടെ പോകാൻ പോകും. തീർച്ചയായും വളരെ പെട്ടെന്ന് ഇനി ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 2024 ഈ സഖ്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അത് പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPIM-നും CPI-ക്കും നിലവിൽ 2 സീറ്റുകൾ തന്നെ 2 സീറ്റുകൾ വീതം നൽകുന്നു എന്നുള്ളതാണ്. നിലവിൽ ഈ 2 സീറ്റുകളിൽ വിജയിച്ചു നിൽക്കുന്നുണ്ട് CPIയും അങ്ങനെ 4 സീറ്റുകളിൽ വിജയിച്ചു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് അടുത്ത ഡേറ്റ പരിശോധിക്കാം. തുടക്കത്തിൽ പറഞ്ഞ ഡേറ്റ ആയതുകൊണ്ടാണ്. CPIM-ന്റെ സിറ്റിംഗ് സീറ്റ് കോയമ്പത്തൂരിൽ എന്നുള്ളതാണ്. അവിടേക്ക് കമൽ ഹസൻ വരുമോ എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അങ്ങനെയെങ്കിൽ കമൽ ഹാസൻ വരുന്നുവെങ്കിലും ഈ സീറ്റിന്റെ എണ്ണത്തിൽ കുറവ് സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ CPIM-ന് ഏത് സീറ്റ് ആയിരിക്കും നൽകുക? അഭിലാഷ്, പലതരത്തിലുള്ള ചർച്ചകൾ, ഇപ്പോഴും ആ ചർച്ചകളിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇപ്പോൾ അവിടെ വ്യക്തത ഉള്ളത് CPM-ന് 2 സീറ്റ് നൽകും, CPI-ക്ക് 2 സീറ്റ് നൽകും. കമലഹാസനെ, മക്കൾ നീതിമയ്യത്തിന് 1 സീറ്റിൽ കമലഹാസനെ മത്സരിക്കാൻ ഈ മുന്നണിയുടെ ഭാഗമായി, സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ് എന്ന് പറയുന്ന ഈ മുന്നണിയുടെ ഭാഗമായി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കമലഹാസനെ കൂടി മത്സരിപ്പിക്കും. ഇത്രയും തീരുമാനമുണ്ട്. കമലഹാസനെ സംബന്ധിച്ച് കമലഹാസന്റെ ആഗ്രഹം കോയമ്പത്തൂരിൽ മത്സരിക്കുക എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂരിൽ മത്സരിച്ചിട്ട് കമലഹാസൻ അവിടെ പരാജയപ്പെടുന്നത് നിസ്സാര വോട്ടിനാണ്. 1540 വോട്ടിനാണ് വനിതി ശ്രീനിവാസൻ എന്ന BJP നേതാവിനോട് പരാജയപ്പെടുന്നത്. അത് നിസ്സാരമായ വോട്ടിന്റെ പരാജയം മാത്രമാണ്. പ്രതികാരം കൂടി കമലഹാസന്റെ മനസ്സിലുണ്ടാകും. കമലഹാസൻ അങ്ങനെ വന്ന സമയത്ത് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലെ പരിചയവും ഈ വോട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രചാരണം മാത്രം പോരാ, വോട്ടർമാരെ ബൂത്തിൽ എത്തിക്കുക എന്നുള്ളതൊക്കെ തമിഴ്നാടിനെ സംബന്ധിച്ച് അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ കൂടി വേണം. അങ്ങനെയുള്ള സംവിധാനങ്ങൾ യഥാർത്ഥത്തിൽ കമലഹാസന് ഉണ്ടായിരുന്നില്ല. കമലഹാസന്റേതായ ലഭിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന വോട്ട് മാത്രമാണ് ലഭിച്ചത്. അവിടെ വീണ്ടും മത്സരിക്കുക എന്നുള്ളതാണ്. പക്ഷേ CPM പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അത് വിട്ടുതരാൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഏറ്റവും വിജയ സാധ്യതയുള്ള. അതിന് കോയമ്പത്തൂരിനെ സംബന്ധിച്ച് കോയമ്പത്തൂരിലെ PR നടരാജനാണ് അവിടുത്തെ MP ആയിട്ടിരിക്കുന്നത്. PR നടരാജന കഴിഞ്ഞ വർഷം 1.79 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആളാണെന്ന് ആലോചിക്കണം. അതൊരു ചെറിയ ഭൂരിപക്ഷമല്ല, വലിയ ഭൂരിപക്ഷമാണ്. അങ്ങനെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു സ്ഥലത്ത് നിന്ന് മാറുക എന്നത് പ്രയാസമാണ്. പ്രത്യേകിച്ച് കോയമ്പത്തൂർ എന്ന് പറയുന്നത് CPM-നായാലും CPI-ക്കായാലും പരമ്പരാഗതമായി തന്നെ വലിയ സ്വാധീനമുള്ള, കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. CPM-ന്റെ പാർട്ടി കോൺഗ്രസ് ഒക്കെ നടത്തിയിട്ടുള്ളത് കോയമ്പത്തൂരാണ്. അവിടെ ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ടുവരാനും ഒക്കെ CPM-ന് ഇപ്പോഴും ശേഷിയുണ്ട്. അല്ലെങ്കിൽ ആ തരത്തിലെ തൊഴിലാളി പ്രവർത്തനത്തിലുമൊക്കെ, തൊഴിലാളി യൂണിയനുകളുടെ പ്രവർത്തനമൊക്കെ പരമ്പരാഗതമായി തന്നെ ഉള്ളതാണ്. അവർ CPI 57-ലും 71-ലും 74-ലും 77-ലും 2004-ലും അവിടെ CPI ജയിച്ചതാണ്. CPM അവിടെ 67-ലും 2009-ലും 2019-ലും ജയിച്ചാണ്. ഈ 2009-ലും 2019-ലും PR നടരാജൻ തന്നെയാണ് തുടർച്ചയായി ജയിക്കുന്നത്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കഥ. ഈ 2009-നും 2019-നും ഇടയിലുള്ള 2014-ൽ ഇതേ PR നടരാജൻ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് 50,000-ൽ താഴെയാണ് വോട്ട് ലഭിക്കുന്നത് എന്നതുകൂടിയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും കഴിഞ്ഞ തവണത്തെ ഒരു വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി കമലഹാസൻ വരികയാണെങ്കിൽ കോൺഗ്രസ് ഒരു ഓഫർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ദേശീയ
നേതൃത്വമല്ല വെച്ചിരിക്കുന്നത്, സംസ്ഥാന നേതൃത്വമാണ്. കമലഹാസനെ ഞങ്ങളുടെ അക്കൗണ്ടിൽ പെടുത്താം, ഞങ്ങൾക്ക് തരുന്ന 9 സീറ്റിൽ 1 സീറ്റ് കമലഹാസന് നൽകാം, പക്ഷേ കമലഹാസൻ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണം. അതിന് കമലഹാസൻ തയ്യാറാകുമോ എന്നുള്ള ഒരു ചോദ്യം നിൽക്കുന്നു. ഇതിന് പകരമായി DMK ഓഫർ വെച്ചിരിക്കുന്നത്, കമലഹാസനോട് ഓഫർ വെച്ചിരിക്കുന്നത് സൗത്ത് ചെന്നൈയാണ്. സൗത്ത് ചെന്നൈ മത്സരത്തിൽ DMKയുടെ സിറ്റിംഗ് സീറ്റാണ്. അത് DMKയുടെ വളരെ സ്ട്രോങ് ഹോൾഡായ സീറ്റാണ്. അവിടെ വിജയം ഉറപ്പാണ് താനും. അങ്ങനെ ഒരു സീറ്റാണ് മുന്നോട്ട് വെക്കുന്നത്. CPM-നെ സാധാരണ ഇതിൽ പലപ്പോഴും DMKക്ക് ദേശീയ തലത്തിലൊക്കെ ഉള്ള പല സഖ്യകക്ഷികളും ദേശീയ തലത്തിൽ സ്റ്റാലിൻ്റെ പ്രാധാന്യമൊക്കെ വർദ്ധിപ്പിക്കാനും നേരത്തെ മുതൽ തന്നെ CPM-ന് ആ തരത്തിലേക്കുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട്. അതിന് സഹായിക്കുന്നതാണ്. CPM-നെ അങ്ങനെ പിണക്കിക്കൊണ്ടു പോകാൻ അല്ലെങ്കിൽ അവരെ പൂർണ്ണമായി തള്ളിക്കളയാൻ സ്റ്റാലിൻ ആഗ്രഹിക്കുന്നത്. ഇനി പക്ഷേ എന്താണ് തീരുമാനം, കമലഹാസന്റെ തീരുമാനം എന്താണ്? തനിക്ക് കോയമ്പത്തൂർ തന്നെ വേണം, തൻ്റെ കൂടി ശക്തിയിൽ ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം വേണം. കഴിഞ്ഞ തവണ അവിടുത്തെ മക്കൾ നീതി മയ്യത്തിന്റെ സ്ഥാനാർത്ഥിക്ക് 1.5 ലക്ഷത്തോളം വോട്ട് കിട്ടി. അപ്പോൾ ആ ഒരു ഇതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ CPM-ന് സീറ്റ് പകരം തെങ്കാശി സീറ്റാണ് ചർച്ചയിലുള്ളത്. പക്ഷെ അത് കഴിയില്ല, അത് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് CPM ഇപ്പോഴും നിൽക്കുന്നത്. മറ്റൊരു സീറ്റുള്ളത് മധുരയാണ്. അവിടെ S. വെങ്കടേശ്വരനാണ്. അദ്ദേഹവും ജയിച്ചത് 1.39 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ആ കാര്യത്തിൽ മാറ്റമുണ്ടാവാൻ സാധ്യതയില്ല. മറ്റേ CPIയുടെ 2 സീറ്റുകൾ എന്ന് പറയുന്നത് CPIക്ക് 2 സീറ്റുകൾ തിരുപ്പൂരാണ്. ഒന്ന് തിരുപ്പൂരും ഒന്ന് നാഗപട്ടണവുമാണ്. തിരുപ്പൂരിൽ കഴിഞ്ഞ തവണ K. സുബ്ബരായനാണ് ജയിച്ചത്. അദ്ദേഹവും ഏകദേശം 93,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. നാഗപട്ടണം SC മണ്ഡലമാണ്. എന്തായാലും അവിടെ മാറ്റാൻ സാധ്യതയില്ല. അവിടെ M. സെൽവരസുവാണ്. സെൽവരസു 2.11 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ഒരു CPIയുടെ 2 സീറ്റുകളിലും CPIക്ക് അങ്ങനെ മാറ്റം വരാൻ സാധ്യതയില്ല. CPM-ന്റെ സീറ്റിൽ, കോയമ്പത്തൂർ സീറ്റിൽ മാത്രമാണ് അത്തരത്തിലേക്ക് ഒരു മാറ്റത്തിനുള്ള സാധ്യതയുള്ളത്. അതെല്ലാം ഇനി കമലഹാസന്റെ നിലപാട് എന്നെയൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്.